ഹലോ എവ്രിവൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കനാണ്. ഞാനൊരു വേറൊരു വ്ളോഗർ ചെയ്യുന്നത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുകയാണ്. ഉള്ളി ഒരിക്കലും മാത്രം എനിക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്ക്. ആ ഫുള്ള് കിഴകല്ലേ, മല്ലിച്ചപ്പ് മാത്രം. അങ്ങനെയല്ല, ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അടിക്കാറില്ല. റബ്ബർ ബാൻഡ് അടക്കം റബ്ബർ ബാൻഡിന്റെ പുറത്ത് കഴിക്കാം. അതൊന്നും പൊളിക്കണ്ട. ബ്ലെൻഡറില് കുറച്ച് മല്ലിച്ചപ്പ് എന്തിനാണ് ഉണ്ടാക്കണത്? വീണ്ടും അഫ്ഗാനി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതില് ആദ്യം മല്ലിച്ചപ്പ് കുറച്ചിടാം. കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് ആവശ്യത്തിന്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയുടെ ഇല മാത്രം കുറച്ച് കമ്മി ഇളക്കല്ലേ, ഇല മാത്രം. കുറച്ച് പുതിന. ഞാനുണ്ടാക്കുന്ന കുറച്ച് പുതിന, കുറച്ച് ഇത് മതിയോ? കുറച്ച് മതിയോ? ഇത് മതി സോനോ കാരിറ്റി. ഓവറാക്കണ്ട, അത് മതി. നാച്ചുറൽ കിട്ടാനാ അത്. അപ്പൊ ഇതിനെ കോള് മണ്ടി ചെയ്യുന്നില്ല. വീടെടുക്കാൻ പട്ടി ചൊല്ലിയില്ലേ അന്ന് സീനാണെന്റെ വക. എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ലൊരു ഇതാണ്. നമ്മൾ എത്ര പച്ചക്കറി എടുക്കണം? മുളക്, ഇതിന്റെ ഹെഡ് ഒന്നും നമ്മൾ ഒഴിവാക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഹെഡ് കൂടി പോയാല് ഇടൂല. ചില്ലി, ഗണ്ടം ഇത് വെക്കുന്നു, തിരിക്കുന്നു. ചമ്പാറ്റ, ഇതിപ്പോ നമ്മളിട്ട ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, 2 സ്പൂൺ യോഗട്ട് ഇടാം. മിക്സ് ചെയ്യാനായിട്ടില്ല. 3 സ്പൂൺസ് ക്രീം. ഫ്രഷ് ക്രീം നമ്മൾ അഫ്ഗാനിൽ എന്നും വേണ്ട സാധനം ഫ്രഷ് ക്രീം. അത് ആവശ്യത്തിന് മിക്സ് ചെയ്യാനായില്ല എന്നാണ് ലെമൺ, ഹാഫ് ലെമൺ വേണം. ഞങ്ങൾ അഫ്ഗാനിക്ക് വേണ്ടി മറന്നുപോയി താഴ്ത്തു കൊടുക്കാം. 2 ടീസ്പൂൺ എന്താ ബ്ലാക്ക് പെപ്പർ. ഇതെന്താ ടീസ്പൂൺ പോലെ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ½ ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല.
കുറച്ച് കൊറിയണ്ടർ കൊറിയണ്ടർ പൗഡർ നാരങ്ങ തലക്കാൻ പറ്റില്ല. 1/2 ടീസ്പൂൺ. ലെമൺ ജ്യൂസ് ഹാഫ്. കാണേ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇതിലേക്ക് ഈ ചിക്കൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ചിക്കൻ ബിന്ദാലു അല്ല ചിക്കൻ അഫ്ഗാനി ടെൻഷനുണ്ട്. ഞാനാക്കട്ടെ മിക്സ് ചെയ്യാനല്ല കൈയോണ്ട് മിക്സ് ചെയ്യണം. കൈയോണ്ട് മിക്സ് ചെയ്യും. കൈ ചെയ്തോ മിക്സ്. ഉപ്പ് നമ്മളെപ്പം തൊന്നാലെപ്പോഴും കൂട്ടണം കേട്ടോ. ഇവിടെ നാളുണ്ട് എന്ത് തൊന്നാലും പോകില്ല. പ്രത്യേകിച്ച് പറയാണ് എന്ത് തൊന്നാലും കൂട്ടാം. അമ്മാരി സാധനം ഇട്ടത് അമ്മാരി സാധനം. നിങ്ങൾ വൺസ് ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയ ശേഷം. അങ്ങനെ റെസിപ്പി പിടിക്കും. ജീവിതത്തിൽ എല്ലാവരും റെസിപ്പി ആയിട്ട് നടക്കുന്നില്ലല്ലോ. റെസിപ്പി എല്ലാവരും നമുക്ക് കാര്യം ചെയ്യാം. നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വരും. എന്റെ റെസിപ്പി കേട്ടോ 3 മിനിറ്റ് കൊണ്ട് ഔട്ട് ടു കുക്ക് 3 മിനിറ്റ്സ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഔട്ട് ടു കുക്ക് വെറൈറ്റി ഫുഡ് ഇൻ 3 മിനിറ്റ്സ്. എന്താണെന്ന് പറഞ്ഞില്ല. Okay guys, so ഇതിനി 2 to 3 hours നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം എന്ത് ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. കുക്ക് ചെയ്യുന്ന വീഡിയോ അപ്പോൾ എടുക്കാം. ബൈ. ഓരോ പീസ് നോക്ക്. കഥ ആക്കണ്ട. മ്യൂസിക്കിലെ കൊണ്ടുപോകും. നീ ചോദിച്ചാ കാണേ അമ്മ നല്ല Ганим. ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോള് ഇട്ട് ഫ്ലേവർ ഇട്ടേ ഫ്ലേവർ ഇട്ടാൻ Como me dijo, es que
എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മറ്റേ കുറച്ച് ചാർക്കോൾ കുറച്ച് പൊക്കി വെച്ചതാണ്. വാവ് നൈസ്. അത്ര ഇല്ലെങ്കിലും ഓക്കെ വെയിറ്റ് നമ്മൾ സെർവ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ നമ്മൾ ഇപ്പം തന്നെ പറയുക. കൊടുത്തിട്ട് 20-25 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ റിവ്യൂ എന്താണ് ഉണ്ടാകുന്നത്. അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം മുമ്പ് തുറന്നു കഴിഞ്ഞ് ചപ്പാത്തിൻ്റെ കൂടെയാണ് നമ്മൾ കുറച്ച് കല്ലുണ്ട് ചപ്പാത്തി. അത് സ്വാഭാവികമാണ്. ഇതാണ് നമ്മുടെ അഫ്ഗാനി ചിക്കൻ. ജെന്യൂൻ അഭിപ്രായം പറയുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം പറയുന്നത്. ഇതല്ലോ ചപ്പാത്തി കഴിക്കുന്നു. സ്മെല്ല് അടിപൊളിയാണ്. കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് സത്യത്തിൽ. പക്ഷേ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. ഈ അറബിക് ക്യൂസീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ലൈക്കോ. കാരണം സാധാരണ നോർമലി ഈ ഒരു ഇന്ത്യൻ ഫുഡൊന്നും കഴിക്കുന്നവർക്ക് ഇഷ്ടമാവും എനിക്ക് തോന്നുന്നില്ല. അറബിക് ക്യൂസീനൊക്കെ കഴിക്കുന്നവർക്ക് നൈസ്. ഓക്കെ ബൈ. പൊളി.